ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമ്മള് മുരിങ്ങ സൂപ്പ്, മുരിങ്ങ താളിപ്പ് ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഞാൻ അടുപ്പത്ത് തന്നെ ഉണ്ടാക്കണം. അതായത് നമ്മളെ ഗ്യാസ് ഉണ്ടല്ലോ, ഗ്യാസ് നിറച്ചത് തീർന്നു. ഇപ്പൊ ഗ്യാസ് നിറച്ചത് തീർന്നപ്പോ നമുക്ക് ഈ ബുക്ക് ചെയ്യാൻ വേണ്ടി കണ്ട് നിൽക്കുമ്പോ 45 ദിവസം വേണം. അപ്പൊ ഞാൻ 4 ദിവസം കൂടി ഉണ്ട്. അപ്പൊ ആ 4 ദിവസത്തിന് അപ്പൊ നമുക്ക് നല്ല അടിപൊളി വരകും ഉണ്ട്. അപ്പൊ ആ വറക് വെച്ചങ്ങാനാണ് ഇപ്പൊ ഞാൻ കുക്ക് ചെയ്യണത്. അപ്പൊ ഇവിടെ താളിപ്പിട്ടതൊന്നും ഇതെല്ലാം കുക്ക് ചെയ്ത് വെച്ചാൽ ഇതൊന്നും തിളച്ചാൽ മതി. ചെറുതായിട്ടൊരു തള അങ്ങോട്ട് വരിക. അപ്പൊ ഇവിടെ ഞാൻ വെള്ളം ഇങ്ങനെ വെറുതെ ഇവിടെ ഈ എന്താ തീ ഇങ്ങനെ പോവുകയല്ലേ, ആ ഗ്യാസ് ഇതാ പറയുന്നത്, തീ ഇങ്ങനെ പോകല്ലേ. അപ്പൊ അതൊന്നും ഇങ്ങനെ വെള്ളം ഇവിടെ ചൂടാക്കി വെക്കുകയും ചെയ്യാം കേട്ടോ. ബീഫ് ഇതാക്കണേ, ബീഫൊക്കെ റെഡിയാക്കി ഇങ്ങാണ്ട് വെച്ചിക്കണം. ഇപ്പൊ ബീഫ് ഉണ്ടാക്കി വെച്ചാട്ടോ നിങ്ങള്, ബീഫ് നല്ലോണം വെന്ത് ഉടഞ്ഞ് ഞാനിതെന്താ അറിയോ, സമൂസ ഉണ്ടാക്കണമെങ്കിൽ അയക്ക് ഉണ്ടാക്കി കുറച്ച് ഇതാക്കിങ്ങാണ്ട് അങ്ങനെയും ചെയ്യാൻ വിചാരിച്ചാണ്ട് വെച്ചതാണ്. അപ്പൊ ഇനി ഇതൊന്ന് ഞാൻ ചൂടാക്കി വെച്ചത് ഒരു പാത്രത്തിൽ കഴിച്ചിട്ട് ചൂടാക്കിയിട്ടാണ് പപ്പടം പൊരിക്കാൻ. അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൊച്ചു ബെൽബട്ടൺ അടിച്ചമർത്തി പോട്ടെ. അപ്പൊ എന്താ പറയാ, നമ്മളെ അടുപ്പത്താവുമ്പോ എന്താ പറയാ, എല്ലാ സംഭവങ്ങളും മൺചട്ടിയും ആണ് റെഡിയാക്കാൻ. പപ്പടമൊക്കെ കാച്ചിട്ട് പോയി നമുക്ക് ഈ ഒരു ചട്ടിയിൽ ചെയ്യാം, ഒക്കെ നല്ല മൺചട്ടിയിലാണ്. ഇപ്പൊ ചോറ് വെച്ച് കഴിഞ്ഞു. ചോറ് വെച്ചിങ്ങാടാ ചോറ് ഇതിലൂടെ ഊറ്റി വെച്ചു. റൈസ് കുക്കറിനൊക്കെ ഒഴിവാക്കി ഇപ്പൊ ചോറ് ഇതിൽ ഊറ്റി റെഡിയാക്കി വെച്ചു. കല കേട്ടോ, ചോറ് വെച്ച കല അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴുകി വൃത്തിയാക്കി ഒക്കെ വെക്കലാണ്ടോ. അപ്പൊ നമ്മളെ നാട്ടിൽ മൺചട്ടി നമ്മളൊക്കെ എല്ലാം അടുപ്പത്ത് വെക്കാലോ, എല്ലാം ഒരുങ്ങി. ഗ്യാസ് ഒന്ന് വെച്ചു. പിന്നെ മാങ്ങ ചമ്മന്തി ഇറക്കാൻ വേണ്ടി മാങ്ങയൊക്കെ വെട്ടി റെഡിയാക്കി വെച്ചതാണ്. ഇനി കുറച്ച് ഞാൻ കാണിച്ചു തരാം, പുറത്തുള്ള വിശേഷം കാണിച്ചു തരാം. മഴ പെയ്തപ്പോ നമുക്ക് ചീരി അതൊക്കെ മുളച്ചിക്കണം. അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നല്ല സുഖമാണ് താളിപ്പൊക്കെ ഉണ്ടാക്കാൻ. മുരിങ്ങൊക്കെ നല്ല ഇതായി വന്നു. തിളച്ചോളാം. അപ്പൊ ഇത് തിളച്ചുട്ടോ. അപ്പൊ ഈ തിളച്ച് കഴിഞ്ഞാൽ മറ്റേ കയ്യില തിളച്ച് കഴിഞ്ഞാൽ ഒന്നിങ്ങനെ ഇളക്കി കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്ന് അത് വാങ്ങി വെക്കുക കേട്ടോ. വാങ്ങി വെക്കുമ്പോ നമുക്കറിയില്ലേ, എന്താ മണ്ണിന്റെതൊക്കെ ആണെങ്കിൽ വാങ്ങി വെക്കുമ്പോ ഇങ്ങനെ ഒരു സംഭവം അത് ഇവിടെ വെക്കണം. അല്ലെങ്കിൽ മണ്ണിന്റെ ചട്ടിയൊക്കെ പൊട്ടി പൊളിഞ്ഞു പോകും. നല്ലോണം തിളച്ചിങ്ങാണ്ട് ഇങ്ങോട്ട് മറിയാൻ പാടില്ല കേട്ടോ. അപ്പൊ ഞാൻ അത് വാങ്ങി വെച്ചു. ഇനി കണ്ടു നമ്മളെ മറയും ഇതാക്കണം. മൺചട്ടി തന്നെ വന്നു. അപ്പൊ മൺചട്ടി വെച്ചിട്ട് ഒന്ന് ചൂടാട്ടോ. ചൂടായിട്ട് നമുക്ക് ഈ ബീഫ് ഉണ്ടല്ലോ, ഈ ബീഫ് ഇതിലേക്ക് ഇടാം. ഒലിയത്തിന്റെ ഇറച്ചി കിട്ടിയതേ ആ ബീഫാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടില്ല, ഇനി ഉണ്ട് ഉണ്ടാക്കാൻ കുറെ. അങ്ങനെ ആകെ അങ്ങനെ 2-3 ആൾക്കാരുണ്ട്. അപ്പൊ ഇത് തിന്ന് തീരണ്ടേ. അപ്പൊ ഇതൊന്ന് ചൂടാക്കി എടുക്കുക. ഞങ്ങളെ പള്ളിക്കന്നൊക്കെ ആണെങ്കിൽ പള്ളിക്കൊന്നും, പിന്നെ അതേപോലെ ഷാജിയുടെ കുടുംബത്തില് അവിടെയൊക്കെ അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് ഉള്ളതും ഒക്കെ പാടെ ആകുമ്പോ നമുക്ക് കുറച്ച് ഈശല്ലേ നമ്മള് കഴിക്കുള്ളൂ. അപ്പൊ ഇതിലിട്ടിട്ട് ചൂടാക്കി വെക്കുക. ഇപ്പൊ നമ്മളെ ഗ്യാസ് തീർന്നുകൊണ്ട് ഇതൊന്നും ഇപ്പൊ ഇനി ഇതാക്കാൻ പറ്റില്ല. പപ്പടം ഇതിൽ കാച്ചാൻ വിചാരിച്ചിട്ടാണ് ഞാൻ പപ്പടം പൊരിക്കാന്. എന്താണെന്നറിയോ, പപ്പടം ഞാൻ അല്ലെങ്കിൽ അറിയാം, ഗ്യാസ് ഇപ്പൊ തീർന്നില്ല. ഗ്യാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ പൊരിക്കും കേട്ടോ. പിന്നെ ഇങ്ങനെ പൊരിക്കുക ചെയ്യട്ടോ. ഇതിപ്പോ ഞാനൊരു പാത്രത്തില് പൊരിച്ചു വെക്കുക. ഇതൊക്കെ ഫുള്ളും പൊരിച്ചു വെക്കുക കേട്ടോ. പിന്നെ എപ്പോഴെപ്പോഴും ഇങ്ങനെ പൊരിക്കാൻ എന്താ നമ്മള് ഇതിൽ തീ കേടൂല. എന്നാലും നമ്മൾ പിന്നെ ഇവിടെ ഒക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ പിന്നെ ഇതിമത്തെ ഈ റബ്ബറിന്റെ വിറകാണ്. റബ്ബറിന്റെ വിറക് പിന്നെ അതിന്റെ ഇതിങ്ങനെ എന്താ ഇതിന്റെ ഇതൊക്കെ ഇങ്ങനെ പിന്നെ ആവൂലേ. അപ്പൊ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയും ചെയ്യാലോ. അപ്പൊ ഞാൻ പപ്പടം പൊരിച്ചു വെക്കുക കേട്ടോ. പിന്നെന്താ പറയുക, ഗ്യാസ് എന്താ സംഭവം അറിയാം, 2 കുറ്റിയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ എന്റെ ഇന്ത്യൻ കുറ്റി ഉണ്ടായിരുന്നു. ആ ഇന്ത്യൻ കുറ്റി ഞാനൊരു പ്രാവശ്യം ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ ഇട്ടിരുന്നു. എന്റെ അമ്മാവന്, എന്റെ ഉമ്മാന്റെ വലിയ ആങ്ങള രണ്ടാമത് പെണ്ണെട്ടിയപ്പം അന്ന് ഞാൻ എന്റെ വീട്ടിലാണ്. അപ്പൊ ഞാൻ എന്റെ ഇന്ത്യൻ ഗ്യാസിന് എഴുതി കൊടുത്തപ്പോ എനിക്കത് കിട്ടി. അപ്പൊ ഓരെന്ത് കാട്ടി, എന്റെ ഗ്യാസ് ഓര് കൊണ്ടുപോയതാണ്, ഇന്ത്യൻ ഗ്യാസ്. അപ്പൊ ഇതുവരെ ആ ഗ്യാസിന്റെ കുറ്റി ഞാൻ യൂട്യൂബിൽ വരെ അത് ഇതാക്കി പറഞ്ഞു. എന്നിട്ടും എന്റെ ഗ്യാസും കുറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എന്താ ഞാൻ ഉപയോഗിക്കുന്ന ഭാരത് ഗ്യാസ് 2 കുറ്റിയുണ്ട്. പക്ഷെ എന്താണെന്നറിയോ, ഫസ്റ്റ് കുറ്റി നിറച്ചപ്പോ തന്നെ
3 മാസമൊക്കെ നിൽക്കലുണ്ടായിരുന്നു. ഫസ്റ്റ് കുറ്റി നിറച്ചപ്പോ തന്നെ അപ്പൊ ഈ 45 ദിവസം ആയിട്ടില്ല രണ്ടാമത്തെ കുറ്റി നിറക്കാണ്. അപ്പൊ ഇപ്പൊ തീർന്നപ്പോ 4 ദിവസം കൂടി ഉണ്ട്. അപ്പൊ ആ 4 ദിവസത്തിന് വെയിറ്റ് ചെയ്യാം. പക്ഷെ ഇന്നെന്താ അറിയോ, എനിക്ക് ഞാൻ കുറെ ഈ ഗ്യാസ് ഉണ്ടെങ്കിൽ ഞാൻ ഈ അടുപ്പത്താണ് ഞാൻ മിക്കവാറും ചോറും കറിയൊക്കെ ഉണ്ടാക്കും. അതായത് ഇതിന്റെ ഈ മൺചട്ടിയൊക്കെ ഉണ്ടല്ലോ നിങ്ങള്, ആ മൺചട്ടിയിൽ അങ്ങനെ ഉണ്ടാക്കണ ഞാൻ. പ്രത്യേകിച്ച് ഈ അടുപ്പൊക്കെ ആകുമ്പോ തീയന്നെ പോലെ. ഈ അടുപ്പ് നല്ല കേട്ടോ, നമ്മളിപ്പോ മറ്റേ ഇതാണെങ്കിലും നമ്മൾ തീ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എളുപ്പം നമുക്ക് പണിയൊക്കെ ഒരുക്കി ചെറുപ്പം ചെയ്യാം. അപ്പൊ അതൊക്കെയാണ് ഉള്ളത്. നമ്മളെ ഗ്യാസ്, ഇന്ത്യൻ ഗ്യാസ് എന്റെ കയ്യിൽ ഇനി എത്തിയിട്ടില്ല. അപ്പൊ ഞാനിന്ന പപ്പടം ഇങ്ങനെ ഞാൻ എല്ലാതൊന്നും പൊരിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മള് കുടുംബക്കാര്യം പറയല്ല. ഞാൻ ഇപ്പൊ എന്താ പറയാ, ഇതിലൊക്കെ പറയണത് എന്റെ മാക്കുബൽക്കൊക്കെ അറിയണാണ് എന്റെ കുറ്റി കൊണ്ട് എന്റെ അടുപ്പും ഗ്യാസിന്റെ ഇന്ത്യൻ ഗ്യാസാണ് ഒരു എടുക്കണത് ഉപയോഗിക്കണെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നേ ഇനിയിപ്പോ ഒരു പൈസ തന്നിക്കാണോ അതോ ഞാൻ പൈസ തന്നുകൊണ്ട് അടച്ചതോ എനിക്കറിയില്ല. എന്നാലും വേണ്ടിയില്ല, ഞാനിപ്പോ ഇനി പോല് അത് തിരിച്ചു തരും. ഞാൻ പൈസ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓർക്ക് ഞാൻ അങ്ങനെ വാങ്ങിക്കൊടുത്തൊക്കെ ഞാൻ പൈസ കൊടുക്കും. ഓലിങ്ങോട്ട് തിരട്ടിച്ച് വിളിച്ച് ഞാൻ ഇത്രയും പറയുന്നുണ്ട്. പിന്നെ അതേപോലെ എന്താ അറിയോ, ഇനിയിപ്പൊ എന്റെ അമ്മോനുണ്ടല്ലോ, അമ്മോൻ അവിടെ ഉണ്ടല്ലോ. അമ്മോൻ പെണ്ണെട്ടിയാൽ അമ്മോനെ ഉമ്മാന്റെ ആങ്ങളെ തന്നെ. അപ്പൊ മൂപ്പരെ വിചാരിച്ചിട്ട് ഞാൻ അതിന് ഒന്നിനും നിൽക്കാറുള്ളത്. ഞാൻ അറിയാം, ഇപ്പൊ അറിഞ്ഞാലും മൂപ്പര് മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി എടുത്തോണ്ടത്. അമ്മോ ഇല്ലെങ്കിൽ പിന്നെ അതിനെ വേറെ ആർക്കെങ്കിലും കൊടുക്കൊന്നും വേണ്ടല്ലോ. അപ്പൊ അമ്മോന്റെ മക്കളൊക്കെ ഉണ്ട്, അമ്മോന്റെ മക്കൾക്ക് അതറിയാം. മക്കളൊക്കെ ഇതില് വീഡിയോയിലും ഇതിലൊക്കെ കാണുകയാണ്. അപ്പൊ ജെസ്സിന്റെ ഗ്യാസ് അടുപ്പാണ് നിങ്ങളൊക്കെ അറിയണം. ഗ്യാസും കുറ്റിയുണ്ട്. അപ്പൊ അമ്മ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ അതിനൊന്നിനും ഒന്നിനും അതിന് വരാനോ ചോദിച്ചാനോ വരാനോ ഇരിക്കാനോ ഒന്നും നിൽക്കാത്തത്. അമ്മ മരിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ കൊണ്ടുപോരും. ഞാനാണോ അമ്മോനാണോ ആദ്യമാണോ മരിച്ചതെന്ന് പറയാൻ പറ്റൂല. എന്നാലും മതി. അപ്പൊ എന്റെ കുട്ടിയാക്കും അറിയും, പിന്നെ അമ്മോന്റെ മക്കൾക്കും അറിയും.